ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്കൊരു ഞണ്ട് കറി വെച്ചാലോ? അപ്പം ടേസ്റ്റി ആയിട്ടും ഒരു ഈസി ആയിട്ട് നമുക്കൊരു ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കാം. അന്നേരം കുറച്ച് ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട്. അന്നേരം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കാം. അപ്പം അത് നന്നായിട്ടൊന്ന് പൊളിച്ച് അതിനകത്തെ വേസ്റ്റൊക്കെ ഒന്ന് എടുത്ത് കളയണം. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ ഈ ക്രാബ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്. ഒരു കൊച്ചായി ക്ലീൻ ചെയ്യുന്നത്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കൊച്ചായി ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. കൊച്ചു പറഞ്ഞു കൊച്ചിൻ്റെ മുഖം കാണിക്കലെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കൊച്ചിൻ്റെ മുഖം ഞാൻ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അവിടെ മുഖം കാണിച്ചേനെ. അന്നേരം എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കണവയുണ്ട്, കുറച്ച് നത്തോലിയുണ്ട്. അന്നേരം ഓരോ ഭാഗത്തായിട്ട് നമുക്കിത് ക്ലീൻ ചെയ്ത് എടുക്കണം. എന്നിട്ട് കറിയാക്കണം, കഴിക്കണം. അപ്പോൾ അതാണ് ജോലി. ഫാനിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഭയങ്കര ചൂടായതുകൊണ്ട് ഫാനില്ലാതിരിക്കാനേ പറ്റത്തില്ല. അതുകൊണ്ട് ഫാൻ ഇട്ടേക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. അന്നേരം നമുക്ക് ഇതെല്ലാം നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, വാഷ് ചെയ്തെടുത്തിട്ട് പിന്നെ ഇതിനകത്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് വേവിച്ചതാണ് കേട്ടോ. പിന്നെ ഒരു മൺചട്ടിയിലാണ് വെക്കുന്നത്. അന്നേരം നമുക്ക് ചട്ടിയൊക്കെ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയൊക്കെ തിളച്ച് മറിഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെ മറിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. കടുക് പൊട്ടി വന്നപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അന്നേരം കടുകൊക്കെ പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം തീയൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വേവട്ടെ. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. അത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഞണ്ട്, കൊഞ്ച്, കക്ക ഇറച്ചി അത് ഷെൽ ഫുഡല്ലേ. അപ്പം പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതിനൊക്കെ. എങ്ങനെ കറി വെച്ചാലും അതൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ കുറച്ച് തക്കാളിക്ക് 2 തക്കാളിക്ക് കേട്ടോ. പുളിക്ക് ആവശ്യത്തിന് നമുക്ക് തക്കാളിക്ക് ഇടാം. അപ്പം അത് നന്നായിട്ട് നമുക്ക് അത് മിക്സ് ചെയ്ത് കൊടുക്കാം. കാണാൻ കൊതിക്കുന്ന മാത്രയിൽ നിന്റെ. പിന്നെ നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പൊടിച്ച് വെച്ചതാണ്. അത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ എല്ലാം മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. അന്നേരം നമുക്ക് നമ്മുടെ ഞണ്ടിനെ അതിനകത്തോട്ട് തട്ടാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നല്ല ടേസ്റ്റി നിന്റെ കണ്ണിൽ തിളങ്ങുന്നു നിൻമുഖം. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് പിടിക്കത്തക്ക രീതി മിക്സ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലിയാണ്. അന്നേരം ഒരുപാട് എരിയില്ലാത്ത മുളകാണ്. അപ്പം ഇടുന്നത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. അന്നേരം ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ മുമ്പേ ഇട്ടായിരുന്നു. ഇത്തിരി ഗരം മസാലയുടെ കുറവുള്ളതായിട്ട് തോന്നുന്നതുകൊണ്ട് വീണ്ടും ഗരം മസാല കുറച്ചിട്ട് കൊടുത്തു. പിന്നെ അത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും ഷെൽ ഫുഡൊക്കെ, പക്ഷേ ഒരുപാട് കാൽസ്യം കൂടിയതാണ് ഈ ഞണ്ട്, കൊഞ്ച്, കക്ക ഇറച്ചിയൊക്കെ. അപ്പം ഇത്തിരി മുളക് പൊടി ഇടും. ഇത്തിരി മുളക് പൊടി കുറവുള്ളതായിട്ട് തോന്നുന്നതുകൊണ്ട് ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ സ്റ്റോണൊക്കെ ഉള്ളവർക്ക് മുളക് പൊടിയൊന്നും ഞാൻ ഈ ഷെൽ ഫുഡൊന്നും കഴിക്കാൻ പാടില്ലല്ലോ. ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തു. പക്ഷേ ആ വെള്ളം എടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് എടുത്തങ്ങ് ഒഴിക്കുകയായിരുന്നു. പക്ഷേ ആ ഒഴിച്ചത് കാര്യമായി. അതുകൊണ്ട് ആ മസാലയൊന്നും അടുക്കി പിടിച്ചില്ല. അതുകൊണ്ട് കാര്യമായി. കൊച്ചിനെ വഴക്ക് പറയുകയും ചെയ്തു. തീയൊക്കെ കുറച്ച് വെച്ചു. അപ്പം നമുക്ക് ആവശ്യത്തിന് എത്രയാണോ ഗ്രേവി വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്.
ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഗ്രേവിക്ക് അതനുസരിച്ചുള്ള വെള്ളം. ഇത് ഒരുപാട് ഗ്രേവി ആക്കിയില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രാബ് റോസ്റ്റ് എന്നോ പെരട്ടെന്നോ എങ്ങനെ വേണേലും പറയാം. അപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. എന്നാ മണമായിരുന്നറിയാവോ, പൊളിക്കാച്ചി ടേസ്റ്റ്. അപ്പം ഇങ്ങനൊന്ന് വെച്ച് നോക്കിയിട്ടില്ലാത്തവർ ഇങ്ങനൊന്ന് വെച്ച് നോക്കണം കേട്ടോ. അപ്പം ടേസ്റ്റി ഈസി ടേസ്റ്റി. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക്. ഇപ്പോൾ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ലൈക്ക് ചെയ്യുമ്പോൾ ഒരു ഹൈപ്പ് എന്ന് കാണും. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് ഹൈപ്പായിട്ട് മാറും. അപ്പം നിങ്ങൾ കമൻറ്റുകളൊക്കെ, നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ ഇവിടെ രേഖപ്പെടുത്തണം. നിങ്ങളുടെ എന്തഭിപ്രായങ്ങളും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്. പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യണം, കമൻറ്റുകൾ രേഖപ്പെടുത്തണം, ഹൈപ്പ് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. അപ്പം ടേസ്റ്റി ഈസി ആയിട്ടുള്ള ക്രാബ് റോസ്റ്റ് റെഡി ആയിരിക്കുന്നു. അപ്പം താങ്ക് യു സോ മച്ച്.